ഇന്ത്യൻ ചലച്ചിത്ര ലോകം വിസ്മയത്തോടെ നോക്കിക്കണ്ട സിനിമയാണ് രജനീകാന്ത് നായകനായും പ്രതിനായകനായും 2010-ലെത്തിയ എന്തിരൻ. VFXോ AI ടെക്നോളജിയോ ഒന്നും അത്ര വികസിക്കാത്ത കാലത്ത് കണ്ടിരുന്ന പ്രേക്ഷകരെയെല്ലാം അമ്പരപ്പിച്ച ചിത്രം. അത്തരത്തിൽ പ്രേക്ഷകരെ അമ്പരപ്പിക്കാൻ സംവിധായകൻ ശങ്കറിന് ഒരു പ്രത്യേക കഴിവാണ്. ഒരു സിനിമ എടുക്കുന്നതിനേക്കാൾ ബഡ്ജറ്റിൽ ഗാനരംഗം ഷൂട്ട് ചെയ്യുക, ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് സീനുകൾ ഷൂട്ട് ചെയ്യുക തുടങ്ങി ശങ്കർ സിനിമകൾ വിഷ്വൽ ബ്യൂട്ടി കൊണ്ട് നിറഞ്ഞതായിരുന്നു. എന്തിനും അത്തരത്തിൽ ബ്യൂട്ടി നിറഞ്ഞതായിരുന്നു. സംവിധായകനായ ശങ്കറിന്റെ തന്നെയായിരുന്നു ചിത്രത്തിന്റെ കഥ എന്നായിരുന്നു റിപ്പോർട്ടുകളും. എന്നാൽ ആ കഥ ശങ്കറിൻ്റെതായിരുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തിരന്റെ കഥ തന്റേതാണെന്ന് അവകാശപ്പെട്ട് ആരൂർ തമിഴ്നാടൻ എന്നയാൾ നൽകിയ പരാതിയിൽ ശങ്കറിന്റെ 10.11 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടി. ശങ്കറിന്റെ ഉടമസ്ഥതയിലുള്ള 3 വസ്തുവകകളാണ് ED കണ്ടുകെട്ടിയത്. തിങ്കളാഴ്ചയായിരുന്നു നടപടി. 2010-ലാണ് എന്തിരൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രം റിലീസാവുന്നത്. 2011-ലാണ് ആരൂർ തമിഴ്നാടൻ ശങ്കറിനെതിരെ പരാതി നൽകുന്നത്. നക്കീരൻ എന്ന വാരികയുടെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്നു ആരൂർ. താൻ എഴുതി 1996-ൽ പ്രസിദ്ധീകരിച്ച നോവലിന്റെ കഥാതന്തു മോഷ്ടിച്ചുവെന്നാണ് പരാതി. ഇനിയ ഉദയം എന്ന മാസികയിലാണ് തന്റെ ചെറു നോവലായ ജുഗിബ ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. 2007-ൽ ഇത് ദിഗ് ദിഗ് ദീപിക എന്ന മാഗസിനിൽ പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ശങ്കറിനെതിരെ മാത്രമല്ല, നിർമ്മാതാവായ കലാനിധി മാറിനെതിരെയും അദ്ദേഹം പരാതി നൽകിയിരുന്നു. കഥാതന്തു മോഷ്ടിച്ച് അത് സിനിമയാക്കിയെന്നായിരുന്നു ആരോപണം. താൻ അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി ലഭിക്കാതായതോടെ ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർക്കും ആരൂർ പരാതി നൽകിയിരുന്നു. പിന്നാലെ പരാതിക്കാരൻ എഗ്മോർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ സിവിൽ കേസും ഫയൽ ചെയ്തു. ഇതിന്റെ വിചാരണയ്ക്കിടെ ഹാജരാവാൻ വിസമ്മതിച്ച ശങ്കറിന് കോടതി 1000 രൂപ പിഴ ചുമത്തിയിരുന്നു. പിന്നീട് തുടർച്ചയായി ഹാജരാവാതിരുന്നതോടെ ജാമ്യമില്ലാ വാറന്റും ശങ്കറിനെതിരെ പുറപ്പെടുവിച്ചു. എന്നാൽ പിന്നീട് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആരൂർ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഹർജിക്കാരന്റെ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന സാക്ഷികൾ ഇല്ലെന്ന് കണ്ടതോടെ ശങ്കറിന് അനുകൂലമായി മദ്രാസ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ജിഗൂബിയുടെയും എന്തിരന്റെയും ആഖ്യാന ഘടന, കഥാപാത്ര വികസനം എന്നിവയിൽ സമാനതകളുണ്ടെന്ന് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ EDയുടെ നടപടി. 1957-ലെ പകർപ്പവകാശ നിയമത്തിന്റെ 63-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ശങ്കർ ചെയ്തത് എന്നാണ് EDയുടെ കണ്ടെത്തൽ. എന്തിരൻ ആകെ 290 കോടി ആഗോള കളക്ഷൻ നേടിയെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവയ്ക്കായി ശങ്കറിന് 11.5 കോടി രൂപയാണ് പ്രതിഫലം ലഭിച്ചതെന്നുമാണ് കണ്ടെത്തൽ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഷെഡ്യൂൾഡ് ഒഫൻസിൽപ്പെടുന്ന കുറ്റമാണ് ശങ്കറിൻ്റേത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ED ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടിയത്. അതാകട്ടെ പകർപ്പവകാശ കേസിൽ ED സ്വമേധയ കൈക്കൊണ്ട അസാധാരണ നടപടിയുമാണ്. രജനി നായകനായെത്തിയ ചിത്രത്തിൽ ഐശ്വര്യ റായി ആയിരുന്നു നായിക. AR റഹ്മാനാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത്. പീറ്റർ ഹെയ്ൻ ആയിരുന്നു ചിത്രത്തിലെ ആക്ഷൻ കൊറിയോഗ്രഫി. വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ശങ്കറിനെയും രജനിയും എല്ലാം തേടി അഭിനന്ദനങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ആ സിനിമ ഒരു വിസ്മയം തന്നെ എന്ന് പറയാവുന്നതാണ്. 2018-ൽ ബോളിവുഡ് താരം അക്ഷയ് കുമാറിനെ വില്ലനാക്കി ശങ്കർ ചിത്രത്തിന്റെ 2ാം ഭാഗം പുറത്തിറക്കി. എന്നാൽ ആദ്യ ഭാഗത്തിനോട് നീതി പുലർത്തിയില്ല എന്ന തരത്തിലായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ. എങ്കിലും വേൾഡ് വൈഡായി 800 കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2.0-ൽ അക്ഷയ് കുമാറിന് പകരം കമൽഹാസനായിരുന്നു ആദ്യത്തെ ചോയ്സ് എന്ന് ശങ്കർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഡേറ്റ് ഇഷ്യൂ കാരണം അത് നടന്നില്ല. എന്തിരനിലും ശങ്കർ ആദ്യം പരിഗണിച്ചത് കമൽഹാസനെ ആയിരുന്നു. ടെക്നോളജിയൊന്നും 2010-ൽ അത്ര പോലും വികസിക്കാത്ത കാലത്ത് 90-കളുടെ അവസാനമാണ് ശങ്കർ കമൽഹാസനെ വെച്ച് പടം ചെയ്യാൻ ഉദ്ദേശിച്ചത്. പ്രീതി സിൻഡെ ആയിരുന്നു നായിക. ഇരുവരും ചേർന്നുള്ള ഫോട്ടോഷൂട്ടുകൾ വരെ നടന്നിട്ടുണ്ട്. അതെല്ലാം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാനും സാധിക്കും. എന്നാൽ ഡേറ്റ് ഇഷ്യൂസും മറ്റും കാരണം ചിത്രം നടക്കാതെ പോവുകയായിരുന്നു. എന്തൊക്കെയായാലും ശങ്കറിന് കുറച്ചു കാലമായി കാര്യങ്ങൾ അല്പം കഷ്ടമാണെന്ന് പറയാം. സംവിധാനം ചെയ്ത അവസാന 2 ചിത്രങ്ങളും ഇന്ത്യൻ 2-ഉം ഗെയിം ചേഞ്ചറും ബോക്സ് ഓഫീസിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി വരാനിരിക്കുന്നതാകട്ടെ ഇന്ത്യൻ 3 ആണ്. കോപ്പിയടിയിൽ കുടുങ്ങിയ സംവിധായകന് തന്റെ പ്രതാപകാലം വീണ്ടെടുക്കാനാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.